ദൈവാത്മാവ് നമ്മോട് കൃത്യമായി സംസാരിക്കട്ടെ. വ്യത്യസ്തമായി നാം കഴിഞ്ഞ എൻ്റെ ശുശ്രൂഷാ വേളകളിൽ ഞാനങ്ങനെ ഒരു പ്രസംഗം അധികകാലം പ്രസംഗിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ്. എവിടെ പോയാലും ഏത് സാഹചര്യത്തിനകത്താണെങ്കിലും തുടർമാനമായിട്ടൊന്നും കൂടിപ്പോയാൽ 2 സെക്ഷൻ, അതിൽ കൂടുതൽ ഞാനൊരു മെസ്സേജ് എടുക്കത്തില്ല. പക്ഷേ ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിനകത്ത് തന്നൊരു ദൂത്, ആമേൻ, അത് ചിലരുടെ ജീവിതത്തിനകത്തെങ്കിലും അത് നിർവൃത്തിയാകും. ആമേൻ. എല്ലാവരുടെയും ജീവിതത്തിനകത്ത് ആ ദൂത് വെളിപ്പെടുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ കൊതിക്കുന്നു എല്ലാവരുടെ മേലും അത് നിവർത്തിയാകണമെന്ന്. ആമേൻ. പക്ഷേ ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്നവരുടെ മേൽ അത് ഈ പകൽക്കാലം വെളിപ്പെടും. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 30-ാം സങ്കീർത്തനം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൻ്റെ അതിൻ്റെ സെക്കൻഡ് ഹാഫ് ഇങ്ങനെ പറയുന്നു, അവൻ്റെ പ്രസാദമോ ആ പദമെന്ന് പറഞ്ഞാട്ടെ, അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. ആമേൻ. കഴിഞ്ഞ 3 ആഴ്ചകൾ, ഇത് 3-ാമത്തെ ആഴ്ചയാണ് നാം ഈ സന്ദേശം ശ്രദ്ധിച്ചു വരുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമെങ്കിലും പുതുതായി 1-2 കുടുംബങ്ങൾ നമ്മുടെ നടുവിലുള്ളത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മുഖവരയായി ഈ ദൂതിൻ്റെ ആശയത്തെ ഞാൻ നിങ്ങൾക്ക് കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു പദമാണ് ദൈവത്തിൻ്റെ പ്രസാദം എന്ന് പറയുന്ന പദം. ഇംഗ്ലീഷിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഗോഡ്സ് ഫേവർ എന്ന പദമാണ്. ദൈവത്തിൻ്റെ അനുകൂലത, ദൈവത്തിൻ്റെ പ്രീതി, എന്നൊക്കെയാണ് ആ പദത്തിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദപുസ്തകത്തിനകത്ത് സകലരോടും ദൈവത്തിന് കൃപയുണ്ട്. സകലരോടും കൃപയുണ്ട്. ഈ പകൽക്കാലം ഈ ഹാളിനകത്തായിരിക്കുന്ന എല്ലാവരോടും ദൈവത്തിന് കൃപയുണ്ട്. കൃപയുള്ളത് കൊണ്ടാണ് നാം ഇവിടെ വന്നത്. പക്ഷേ എല്ലാവരോടും കൃപയുണ്ട്, പക്ഷെ ചിലരോട് മാത്രം ദൈവത്തിന് ഫേവറുണ്ട്. എല്ലാവരോടും കൃപയുണ്ട്, പക്ഷെ ചിലരോട് മാത്രം ദൈവത്തിന് ഫേവറുണ്ട്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് ദയ തോന്നണം എന്നുള്ളവനോട് ഞാൻ ദയ തോന്നുകയും ചെയ്യുന്നുണ്ട്. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്, യഹോവയുടെ കണ്ണ് ആകാത്തവരെയും, അങ്ങനെയാണ് ആ പദം, ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം എല്ലാവരെയും നോക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കൃപ ഉള്ളത് കൊണ്ടാണ് നാം നിൽക്കുമ്പോൾ ഇവിടെ വന്നത്. പക്ഷെ ചിലരോട് മാത്രം ദൈവത്തിന് ഫേവറുണ്ട്. ഇന്ന് പകൽക്കാലം ഒന്നും ആത്മാവിൽ സ്വീകരിക്കാൻ കഴിഞ്ഞില്ലേലും ദൈവത്തോട് ഹൃദയം തകർന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ, മറ്റാരോടുമില്ലാത്തൊരു ഫേവർ എന്നോട് തോന്നണമെന്ന്. മറ്റാരോടും ഇല്ലാത്ത ഒരു ദൈവത്തിൻ്റെ അനുകൂലത എന്നോട് തോന്നണമേ എന്ന്. ദൈവത്തിൻ്റെ ഫേവർ നമ്മിൽ വെളിപ്പെടാൻ 1-2 കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം നിങ്ങളോട് പറഞ്ഞു. ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെടാൻ നമ്മൾ വി നീഡ് ടു സീക്ക് ഗോഡ് ഡെയിലി. ദൈവത്തിൽ എപ്പോഴും നമ്മെ ദൈവത്തിൽ ആശ്രയിക്കുന്നവനായി മാറണം, ദൈവത്തെ അന്വേഷിക്കുന്നവനായി മാറണം. അടുത്ത് 2-ാമത് ഞാൻ പറഞ്ഞൊരു പദമാണ് ബി ഹംബിൾ. താഴ്മ നമ്മുടെ ജീവിതത്തിനകത്തുണ്ടാകണം. 3-ാമത്തെ കാര്യമാണ് നിന്റെ ജീവിതം നീതിയുള്ളതായി മാറണം, നീതിയുള്ളവനായി ജീവിക്കണം, നീതിമാനായി ജീവിക്കണം. 4, ദൈവത്തിൽ തന്നെ ആശ്രയിക്കണം പൂർണ്ണമായി. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കണം. ട്രസ്റ്റ് ഗോഡ് ഫുള്ളി. ദൈവത്തിൽ തന്നെ പൂർണ്ണമായി ആശ്രയിക്കണം. ഇങ്ങനെയുള്ള ജീവിതത്തിനകത്താണ് ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെടുന്നത്. പക്ഷേ ഇങ്ങനെ ജീവിച്ച ചില വ്യക്തികളുടെ ജീവിതത്തിനകത്തും മാത്രമാണ് ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെട്ടതായി നമുക്ക് വേദപുസ്തകത്തിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ എപ്പോഴും കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞു വിട്ടു, ശക്തന്മാരായ ദൈവദാസന്മാർ ഈ കേരളത്തിൻ്റെ മണ്ണിലുണ്ട്, ലോകരാജ്യങ്ങളിലുണ്ട്. കഴിവുള്ളവർ, വെളിപ്പാടുള്ളവർ, വചനം വ്യാഖ്യാനിക്കാൻ കഴിവുള്ളവർ, കൃപാവരം നന്നായി കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവർ. പക്ഷെ അവരെല്ലാം ഏതൊക്കെ 4 ചുവരുകൾക്കകത്ത് ഒതുങ്ങിപ്പോകുമ്പോൾ ഞാൻ അവിടെ ശുശ്രൂഷയെ ചോദ്യം ചെയ്യാനല്ല നിൽക്കുന്നത്, പക്ഷേ അവരെക്കാൾ കഴിവ് കുറഞ്ഞവർ, അവരെക്കാൾ പ്രസംഗിക്കാൻ കഴിവില്ലാത്തവർ, അവരെക്കാൾ പഠിപ്പ് കുറഞ്ഞവരെ ദൈവം ശക്തമായി ഉപയോഗിക്കുന്നത് കാണാൻ കഴിയും.
അമ്മേ, ദൈവത്തിന്റെ ഫേവർ ഒരുവന്റെ മേൽ വന്നാൽ അവന്റെ ഇന്നിന്റെ സാഹചര്യം അവന് വിഷയമല്ല. അവന്റെ ഇമ്മിന്റെ സാഹചര്യം നോക്കിയല്ല, ദൈവത്തിന്റെ അനുകൂലത അവന്റെ ജീവിതത്തിൽ വന്നാൽ അവന്റെ മാലകളെ എൻ്റെ ദൈവം അവർണ്ണനീയമാക്കി മാറ്റും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഫേവർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനുണ്ടാകുന്ന മൂന്ന് കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ ഫേവർ ഒരുവന്റെ മേൽ വന്നാൽ അവൻ സാധാരണക്കാരനാണ്. ഹലോ, ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന സബിൻ ബാസ് എന്ന ഞാൻ സാധാരണക്കാരാണ്. നിങ്ങളെല്ലാം സാധാരണക്കാരാണ്. പക്ഷേ ഒരുവന്റെ മേൽ ദൈവത്തിന്റെ ഫേവർ ഉണ്ടെങ്കിൽ സാധാരണക്കാരനെ ദൈവം അസാധാരണമാക്കി മാറ്റും. അമ്മേ, ഒരു നാച്ചുറൽ ഹ്യൂമൻ ബീയിനെ സൂപ്പർ നാച്ചുറലായി ദൈവം മാറ്റും. അമ്മ, ഇന്ന് പകൽക്കാലം നമുക്കിടെയുള്ള വിദ്യാഭ്യാസമൊക്കെ പ്രാഥമിക വിദ്യാഭ്യാസമായിരിക്കും. ഒരു സാധാരണ ലെവലിൽ എല്ലാവരും അടുത്ത വീടുകളിലുള്ളതുപോലെ അല്ലെങ്കിൽ നമ്മുടെ സമപ്രായക്കാർ പഠിക്കുന്നത് പോലെയുള്ള ഒരു വിദ്യാഭ്യാസം നമുക്കുള്ളവരായിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ ഫേവർ ഒരുവന്റെ മേൽ വീണ് കഴിഞ്ഞാൽ അസാധാരണ വിദ്യാഭ്യാസമുള്ള നിന്നെ അസാധാരണമായുള്ള ഓഫീസുകളിൽ ദൈവം നിന്നെ ഇരുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മേ, വചനം അങ്ങനെയാണ് പ്രിയരെ പഠിപ്പിക്കുന്നത്. സാധാരണക്കാരായ നമ്മെ അസാധാരണമായ നിലവാരത്തിൽ ദൈവം ഉപയോഗിക്കാൻ ശക്തനാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത് സാധാരണ ദൈവത്തിൻ്റെ ഫേവർ ഒരുവന്റെ മേൽ വെളിപ്പെട്ടാൽ, ദൈവത്തിൻ്റെ ഫേവർ ഒരുവന്റെ മേൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ മേൽ ദൈവിക വാതിലുകൾ തുറക്കും. നമുക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്തത്, നമുക്ക് പോലും ചിന്തിച്ച് ഒരു നിലവാരത്തിൽ നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ടുപോലും ഒരിക്കലും എത്തിച്ചേരത്തില്ലെന്ന് നമുക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത, ഞാൻ അങ്ങനെ പറയാം, സ്വപ്നം കാണാൻ കഴിയാത്ത മേഖലകൾ നമുക്കും നമ്മുടെ ഭാവിക്കും വേണ്ടി തുറന്നു വരുന്നവനാണ് ദൈവത്തിൻ്റെ പദ്ധതികൾ. ഒരുവന്റെ മേൽ ദൈവത്തിന്റെ ഫേവർ ഉണ്ടെങ്കിൽ സാധാരണ വ്യക്തികളെ പോലെയല്ല, അവൻ അസാധാരണമായി ദൈവം അവന്റെ മേൽ വാതിലുകളെ തുറക്കും. അമ്മേ, ഞാൻ ഇങ്ങനെ പറയാം, ദൈവത്തിന്റെ ഫേവർ ഒരുവന്റെ മേൽ ഉണ്ടെങ്കിൽ മൂന്നാമത് സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ സൂപ്പർ നാച്ചുറൽ ഹെൽപ്പുകൾ അവന് വേണ്ടി വെളിപ്പെടും. അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് വേണ്ടി ദൈവം അസാധാരണമായ വ്യക്തികളെ എഴുന്നേൽപ്പിക്കും. അസാധാരണമായ വ്യക്തികളെ ദൈവം എഴുന്നേൽപ്പിക്കും. അമ്മേ, ഇതൊക്കെ നാം ചിന്തിച്ചതാണ്. കഴിഞ്ഞ ആഴ്ച നാം നോഹയുടെ കാര്യം ചിന്തിച്ചു നിർത്തി. കർത്താവിൻ്റെ അമ്മയായ മറിയത്തിൻ്റെ കാര്യം നാം ചിന്തിച്ചു നിർത്തി. വചനം ഇങ്ങനെ പറയുന്നു, നോഹ ഫൗണ്ട് ഫേവർ ഇൻ ദി ഐസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ മുൻപിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കണ്ണിൻ്റെ മുൻപിൽ നോഹ ഫൗണ്ട്, അവൻ കണ്ടെത്തി എന്നാണ് പറയുന്നത്. അവൻ കണ്ടെത്തി എന്ത്? ദൈവത്തിൻ്റെ അനുകൂലത അവൻ്റെ ജീവിതത്തിനകത്ത് അവൻ നോഹ കണ്ടെത്തി. അതുപോലെയാണ് മറിയയുടെ ജീവിതത്തിനകത്ത് ദൂതൻ വന്ന് പറയുന്ന ഒരു പദമുണ്ട്, മറിയെ കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദന. യു ഹാവ് ഫൗണ്ട് ഫേവർ വിത്ത് ഗോഡ്. അവിടെ പറയുന്ന പദം നീ ദൈവത്തിന്റെ ഫേവർ കണ്ടെത്തി എന്നല്ല. നോഹയെ പറയുന്നു നീ ദൈവത്തിന്റെ ഫേവർ കണ്ടെത്തി. പക്ഷേ മറിയയുമായുള്ള ബന്ധത്തിൽ പറയുകയാണ് യു ഹാവ് ഫൗണ്ട് എ ഫേവർ വിത്ത് ഗോഡ്. ദൈവത്തോട് കൂടെ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഉടയവനോട് കൂടെ ഈ തലമുറയിൽ നീ കൃപ ചുമക്കാൻ ദൈവം അനുകൂലത വെളിപ്പെടുത്തിയതാണ് നിന്റെ ജീവിതം. നോഹ ദൈവത്തിന്റെ കൃപ കണ്ടെത്തിയെങ്കിൽ ഇവിടെ ദൈവത്തോടുകൂടെ കൃപ ലഭിച്ചവളാണ് മറിയ. ഇവിടെ ദൈവത്തോട് കൂടെ കൃപ ലഭിച്ചവളാണ് മറിയം. നാം ഒരു വ്യക്തിയെ അടുത്ത് ചിന്തിക്കാൻ പോകുകയാണ്. സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം. എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം
എല്ലാം വായിക്കണമെന്നില്ല. അതിൻ്റെ അവസാനത്തെ വാക്യം, എസ്തേറിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം, അവസാനത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: എന്നാൽ എസ്തേറിനെ കണ്ട എല്ലാവരും അവളോട് പ്രീതി. ആ പദം ഒന്ന് വായിച്ചാട്ടെ, എല്ലാവരും എടുത്താട്ടെ. വേദപുസ്തകം കൊണ്ടുവരുന്നത് ആമേ കയ്യിൽ വച്ചിരുന്നിട്ട് പോകാൻ നേരത്ത് കൊണ്ടുപോയിട്ട് അവിടെ വച്ചിട്ട് തിരിച്ചു കൊണ്ടുവരാനല്ല. ആമേൻ, അവിടെ ഇങ്ങനെ പറയുന്നു: എന്നാൽ എസ്തേറിനെ കണ്ട എല്ലാവർക്കും അവളോട് പ്രീതി തോന്നി. പ്രിയരെ, ഒരു തലമുറയിൽ ഒരുവൻ ദൈവത്തിൻ്റെ പ്രീതി കണ്ടെത്തിയെങ്കിൽ, ഒരു തലമുറയിൽ ദൈവത്തോട് കൂടെ ഒരു വ്യക്തിക്ക് പ്രീതി ലഭിച്ചെങ്കിൽ, ഇവിടെ എസ്തേറിൻ്റെ പ്രത്യേകത അവൾക്ക് പ്രീതി കണ്ടെത്തുകയല്ല, പ്രീതി അവളോട് കൂടെ ലഭിക്കുകയല്ല. പക്ഷെ എല്ലാവരും, ആരെല്ലാം എസ്തേറിനെ കണ്ടാലും അവളോട് ഒരു പ്രീതി എല്ലാവർക്കും തോന്നും. ഹല്ലേലൂയ. ആമേൻ. അത് തോന്നാനുള്ള കാരണം ഇത്രയുള്ളൂ: അവളുടെ ഇമ്മലകൾ വേദനാജനകമായിരുന്നു. അവളുടെ ഇമ്മലകൾ കണ്ണുനീരിന്റെ താഴ്വരകളായിരുന്നു. അവളുടെ ഇമ്മലകൾ ഞെരുക്കമുള്ളവായിരുന്നു. ചേർത്തു പിടിക്കാൻ ഇന്നും ആരുമില്ലാത്തൊരു ബാല്യകാലം എസ്തേറിന്റെ മുൻപിൽ ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ ദൈവം പറയുക: എസ്തേറേ, നിന്റെ ബാല്യകാലത്ത് നീ ഒത്തിരി കഷ്ടം അനുഭവിച്ചെങ്കിൽ, നീ യൗവനത്തിലേക്ക് എത്തുമ്പോ സകലർക്കും നിന്നോട് പ്രീതി തോന്നും. സകലർക്കും നിന്നോട് പ്രീതി തോന്നും. ഈ പകൽ വിശ്വസിക്കാമോ? നിന്റെ ഇമ്മലകൾ നീ അനുഭവിച്ചതുപോലെയല്ല. ഇന്നിന്റെ ജീവിതത്തിൽ സകലർക്കും നിന്നോട് പ്രീതി തോന്നോ. ആമേൻ. ഹല്ലേലൂയ. ആരാ പ്രിയരെ ഈ എസ്തേർ? ഒരു അനാഥ പെൺകുട്ടിയാണ്. ഒരു അനാഥ പെൺകുട്ടിയാണ്. അവളുടെ ബാല്യകാലത്ത് തന്നെ തൻ്റെ അപ്പനെയും അമ്മയും നഷ്ടപ്പെട്ടു പോയ ഒരു പെൺകുട്ടി. തൻ്റെ ചിറ്റപ്പനായ മൊർദെഖായിയാണ് അവളെ എടുത്തു വളർത്തുന്നത്. അവളുടെ വാസം ഒരു അടിമയ്ക്ക് തത്തുല്യമായ വാസമാണ്. നല്ലതായ ഒരു ജീവിതം അവൾക്ക് സ്വപ്നം കാണാൻ ഒരു നിലവാരവും അവളുടെ മുൻപിലില്ല. പക്ഷെ വചനം പറയുന്നു, അവൾ ദൈവകൃപയിൽ ആശ്രയിച്ചു ജീവിച്ചത് കൊണ്ട് ഒന്നും എടുത്തു പറയാനില്ലേ. എൻ്റെ ഭാഷയെ പറഞ്ഞ നല്ലൊരു അഡ്രസ് പോലും പറയാൻ, കെയർ ഓഫ് എന്ന് പറയാൻ ഒരപ്പനോ അമ്മയോ ഇല്ലാത്ത എസ്തേറിനോട് ദൈവം കാണിച്ച ഏറ്റവും വലിയ മഹത്വം, സകലർക്കും അവളോട് പ്രീതി തോന്നത്തക്ക രീതിയിൽ അവളുടെ ജീവിതത്തെ തിരിച്ചു. ആമേൻ. ഹല്ലേലൂയ. വിശ്വസിക്കാൻ കഴിയുമോ? ഇതുവരെ നീ അനുഭവിച്ചിട്ടില്ലാത്ത തലങ്ങളിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ വേറൊന്നും വേണ്ട. ദൈവം ചിലരുടെ മനസ്സിനെ തിരിച്ചാ മതി. ആമേൻ. ഹല്ലേലൂയ. നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചേ. ഞാൻ ഈ വചനം ധ്യാനിച്ചപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, കർത്താവേ, എന്നെയൊക്കെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉള്ള പ്രീതിയും കൂടെ എൻ്റെ കൂടെ ഉണ്ടോ? ഞായറാഴ്ച അങ്ങയുടെ മുമ്പിൽ പോയിരുന്ന വെട്ടിക്കീറുവന്ന എല്ലാവരും ആമേൻ. ഹല്ലേലൂയ. വന്ന് കൈയൊക്കെ തന്ന് പറയുമ്പോൾ എന്നാ സ്നേഹമെന്നറിയാമോ? പുറത്തൊക്കെ ഇറങ്ങി പറയണ വാക്കുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളോട് ഒരു പ്രീതി. ഹലോ, ഞാൻ ലിറ്ററലി ഈ വാക്ക്, ഈ പ്രസംഗം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എസ്തേറിനോട് മാത്രം എന്താ അങ്ങനെ ഒരു പ്രീതി? വേദപുസ്തകത്തിനകത്ത് അബ്രഹാമിനോട് അങ്ങനെ ഒരു പ്രീതി ഉണ്ടെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. ഇസഹാക്കിനോട് തോന്നിയതായില്ല, യാക്കോബിന് തോന്നിയതായില്ല, ആരോടും തോന്നാത്തൊരു പ്രീതി. ഹല്ലേലൂയ. എല്ലാവർക്കും വേണ്ടി ആരെങ്കിലുമൊക്കെ അനുകൂലമായിരുന്നു. അമ്മേ, നമ്മുടെയൊക്കെ അവസ്ഥ അങ്ങനെയാ. എല്ലാവരും ഒന്നും അനുകൂലമല്ലെങ്കിലും ആരെങ്കിലും ഒക്കെ ഒരു നല്ല വാക്ക് പറയാൻ, ദൈവദാസനെ നിങ്ങളുടെ മിനിസ്ട്രി നല്ലതാണെന്ന് പറയാൻ ആരെങ്കിലും ഒക്കെ ഉണ്ട്. പക്ഷെ എസ്തേറിനെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും ഒക്കെ അല്ല, എല്ലാവരും അവളോട് പ്രീതിയാ. മനസ്സിലായോ? ആമേൻ.
ദൈവത്തിന് ഒരുവനോട് ഫേവർ തോന്നിക്കഴിഞ്ഞ, അവന് അനുകൂലത തോന്നിക്കഴിഞ്ഞ, അവൾക്കെതിരെ നിൽക്കാൻ ആർക്കും കഴിയില്ല. ഹല്ലേലൂയ. ഈ വചനം ഞാൻ ഇങ്ങനെ പ്രസംഗിക്കാം, അനുകൂലമല്ലാത്തവർ പോലും, അവർക്ക് പോലും നിന്നോട് പ്രീതി തോന്നി, നിന്നോട് ചേർന്ന് നിൽക്കുന്ന സീസണുകളെ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി തുറന്നു വരും. നിന്റെ ജോലി മേഖലകൾക്കകത്ത്, നിന്റെ ദാമ്പത്തിക മേഖലകൾക്കകത്ത്, നിന്റെ കുടുംബ പശ്ചാത്തലത്തിനകത്ത് നിന്നെ ഞെരുക്കുന്ന ചിലരില്ലേ, അവര് പോലും നിന്നോട് പ്രീതി തോന്നത്തക്ക രീതി. ഓ ശബരബലഘടകധരാരകൽഖബ. കരമടിക്കുന്നെങ്കിൽ നന്നായി, അന്യഭാഷ പറയുന്നെങ്കിൽ നന്നായി, ദൈവത്തെ സ്തുതിക്കുന്നെങ്കിൽ നന്നായി, ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ നന്നായി, ദൈവത്തെ മകച്ചപ്പെടുത്തുന്നെങ്കിൽ നന്നായി. റിവാണബരഘടക ശബാല ഹടകഭാര വൈഡബാല ഹർഷരാധരം ശബാല ശബരബലഘടകബരാരകൽഖമാനദരഘടകബരാരകൽഖമ. ഹല്ലേലൂയ. പ്രിയരെ, വചനം പറയുന്നു, അവളോട് എല്ലാവർക്കും പ്രീതി തോന്നി. അവളുടെ ഇമ്മലകളിൽ അങ്ങനെ ഒരു പ്രീതി അവൾ അനുഭവിച്ചിട്ടില്ല. അവളുടെ ബാല്യകാലത്ത് അങ്ങനെ ഒരു പ്രീതി അവൾ അനുഭവിച്ചിട്ടില്ല. ഈ സന്ദേശം കേൾക്കുമ്പോൾ ഇതുവരെയും നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും വന്നിട്ടില്ല. നിന്നെ മുറിക്കാനും നിന്നെ വെട്ടിമാറ്റാനും നിന്നെ തകർത്ത് കളയാനാണ് എല്ലാവരും നാവ് തുറന്നത്, പച്ചപിയിട്ടത്. പക്ഷേ ദൈവത്തിന്റെ ഫേവർ നിന്റെ മേൽ വെളിപ്പെട്ട് കഴിഞ്ഞ സകലർക്കും നീ ഒരു ആമേൻ അനുഗ്രഹമാക്കത്തക്ക രീതിയിൽ എൻ്റെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ആരോടും അറിയില്ല. ലിറ്ററലി ആത്മാവ് പ്രവചിക്കുക, നിന്നെ ഓട്ടിക്കുമെന്ന് പറഞ്ഞ അതേ ദേശത്ത് സകലർക്കും നിന്നോട് പ്രീതി തോന്നത്തക്ക രീതിയിൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയുടെ സീസൺ ഈ പകൽക്കാലം ദൈവം നിന്റെ മേൽ തുറന്നിടുകയാണ്. വിശ്വസിക്കാമെങ്കിൽ കരമടിച്ച് എൻ്റെ ദൈവത്തിന് ആരാധന കൊടുക്കണം. പ്രിയരെ, നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത, അവന്റെ കരങ്ങളിൽ രാജാക്കന്മാരുടെ ഹൃദയം നീർത്തോട് കണക്കിന് ഇരിക്കുക. അവൻ അത് ബോധിച്ച ഇടത്തേക്ക് തിരിക്കും. ഇന്ന് പകൽ നീ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ എത്ര കഠിനമേറിയ മനസ്സുള്ള മനുഷ്യരാണെങ്കിലും നിന്റെ മേൽ ദൈവത്തിന്റെ ഫേവർ വെളിപ്പെട്ട് കഴിഞ്ഞ, നിന്നോട് പ്രീതി തോന്നി, നിന്നോട് അടുത്തു വരത്തക്ക രീതിയിൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെടും. ഈ പകൽ ഈ സന്ദേശം പ്രസംഗിക്കുമ്പോൾ നമ്മുടെ ആലയത്തോട് ദേശത്ത് മാത്രമല്ല ലോകരാജ്യങ്ങളിൽ സകലർക്ക് പ്രീതി തോന്നത്തക്ക രീതിയിൽ ഒരു ദൈവത്തിന്റെ കൃപ ഈ പകൽക്കാലം വെളിപ്പെടട്ടെ. കരമടിച്ചു ദൈവത്തെ സ്തുതിച്ചു തുടങ്ങട്ടെ. ഈ പകൽ ഇതുവരെ കാണാത്തൊരു പ്രീതി, ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്തൊരു ഫേവർ എൻ്റെ ദൈവം നിന്റെ മേൽ വെളിപ്പെടുത്തട്ടെ. ഇത്രയും നാൾ നീ പ്രസംഗിച്ചിട്ട് നിന്നോട് തോന്നാത്തൊരു പ്രീതി, ഇതുവരെ നീ പാടിയിട്ട് നിന്നോട് തോന്നാത്തൊരു പ്രീതി, ഇതുവരെ നീ ഉപജീവന മാർഗത്തിൽ പോയിട്ട് ഓഫീസിലുള്ള വ്യക്തികൾക്ക് നിന്നോട് തോന്നാത്തൊരു പ്രീതി, ഇതുവരെ നീ ദൈവം തുറന്നു വന്ന വാതിലൂടെ സഞ്ചരിച്ചിട്ട് ആർക്കും തോന്നാത്തൊരു പ്രീതി ഈ പകൽ ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുക. സകലരും കാണുന്ന സകലർക്ക് നിന്നോട് പ്രീതി തോന്നത്തക്ക രീതിയിൽ ദൈവത്തിന്റെ കൃപ വെളിപ്പെടുകയാണ്, ദൈവത്തിന്റെ ഫേവർ വെളിപ്പെടുകയാണ്. ശത്രുക്കൾ പോലും നിനക്ക് അനുകൂലമായി തിരിയുന്ന സീസണുകൾ, ശത്രുക്കൾ പോലും നിന്നെ തകർത്തേ മതിയാകുമെന്ന് വാശി പിടിച്ചു നിൽക്കുന്ന ശത്രുക്കൾ പോലും നിന്നോട് അനുകൂലമാകുന്ന ദൈവത്തിന്റെ ഒരു പ്രീതി ഈ പകൽ വെളിപ്പെടുകയാ. വിശ്വസിക്കാമെങ്കിൽ ലിറ്ററലി ഇത് ഏറ്റെടുത്തോണം.
ലിറ്ററലി ഏതൊക്കെ തലമുറകളെ നോക്കി പ്രവചിക്കുക, ഏതൊക്കെ കുടുംബങ്ങളെ നോക്കി പ്രവചിക്കുക. ഈ ലൈവിലൂടെ ഞങ്ങളെ കാണുന്നവരെ നോക്കി ആത്മാവിൽ ഞാൻ പ്രവചിക്കുക. നിങ്ങൾക്ക് സ്വീകരിക്കാമെങ്കിൽ സ്വീകരിച്ചോ. ആർക്കും നിന്നെ മാറ്റി നിർത്താൻ കഴിയാത്ത, നിന്റെ കുറവ് പറഞ്ഞ് നിന്നെ ഒതുക്കാൻ കഴിയാത്ത, നിന്റെ സഭയെ കുറവ് പറഞ്ഞ് മാറ്റി നിർത്താൻ കഴിയാത്ത ദൈവത്തിന്റെ പ്രീതി വെളിപ്പെടുകയ, ദൈവത്തിന്റെ ഫേവർ വെളിപ്പെടുകയ. കുഞ്ഞെ, ദൈവം അനുകൂലമെങ്കിൽ ആരും നിനക്ക് പ്രതികൂലമായി മാറത്തില്ല. ദൈവം അനുകൂലമെങ്കിൽ ആർക്കും നിന്നെ മാറ്റി നിർത്താൻ കഴിയില്ല. ദൈവം അനുകൂലമെങ്കിൽ നിന്റെ തലമുറയുടെ ഭാവിയെ ബ്ലോക്ക് ചെയ്യാൻ ആർക്കും കഴിയത്തില്ല. ദൈവം അനുകൂലമെങ്കിൽ നിന്റെ ശുശ്രൂഷയെ ബ്ലോക്ക് ചെയ്യാൻ ആർക്കും കഴിയില്ല. ദൈവം അനുകൂലമെങ്കിൽ നിന്റെ ജീവിതത്തെ ബ്ലോക്ക് ചെയ്യാൻ ആർക്കും കഴിയത്തില്ല. വിശ്വസിക്കാമെങ്കിൽ എന്റെ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങട്ടെ. ഹല്ലേലൂയ. പ്രിയരെ, ബാല്യത്തിൽ ആർക്കും എസ്തേറിനോട് വലിയ പ്രീതിയൊന്നും ഇല്ല. പക്ഷെ ദൈവത്തിൻ്റെ ഫേവർ അവളിൽ വെളിപ്പെട്ടപ്പോൾ അവളോട് എല്ലാവർക്കും പ്രീതി തോന്നി. ആ പദം എന്ന് പറഞ്ഞാട്ട് എല്ലാവർക്കും പ്രീതി തോന്നി, എല്ലാവർക്കും പ്രീതി തോന്നി. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ഫേവർ നിന്റെ മേൽ വെളിപ്പെട്ടാൽ നിന്റെ തലമുറയോട് ദേശത്തിന് പ്രീതി തോന്നും. നിന്റെ ശുശ്രൂഷയോട് ദേശത്തിന് പ്രീതി തോന്നും. നിന്നെ തകർക്കാൻ പദ്ധതിയിട്ടവർ പോലും അനുകൂലമായി മാറും. ഈ വചനം ഞാൻ ആത്മാവിൽ പ്രസംഗിക്കുമ്പോൾ ദൈവാത്മാവിനെ കാണിക്കുന്നൊരു വെളിപ്പാട്. ദേശത്തു നിന്ന് തന്നെ നിന്നെ ആ ദേശത്തു നിന്നെ ഓട്ടിക്കുമെന്ന് വെല്ലുവിളിച്ച ചിലതിനോട് ആത്മാവിടപെട്ട് നിന്നോട് പ്രീതി തോന്നി നിന്റെ അടുക്കൽ വരത്തക്ക രീതിയിൽ ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുകയാ, ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുകയാ. ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ പകൽക്കാലം നിന്റെ മേൽ ആഴമായി വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയരെ, ദൈവത്തിൻ്റെ ഫേവർ ഒരുവന്റെ മേലുണ്ടെങ്കിൽ അവനെ അസാധാരണമായ ഇടത്ത് ദൈവം ഇരുത്തും. അമ്മേ, അത് മാത്രം ഞാൻ അതിനകത്തുനിന്ന് അമ്മ പറഞ്ഞിട്ടിരിക്കാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ ഒരു ഫേവർ ഒരുവന്റെ മേലുണ്ടെങ്കിൽ അസാധാരണമായ ഇടത്ത് ഒരുവനെ ദൈവം ഇരുത്തും. അർഹതയില്ലാത്ത ഭാവി വേണമെന്നുള്ളവർ ഒരു കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. അമ്മേ, ചിലർക്ക് ഇങ്ങനെയൊക്കെ പോയാൽ മതി, നീ അങ്ങനെയൊക്കെ അങ്ങ് പോയിക്കോ, ഒരു വിഷയമില്ല. അമ്മേ, ഇന്ന് പകലിൽ അസാധാരണമായ ഒരു ജീവിതം വേണോ? ഞാൻ ഉദ്ദേശിച്ചത് ഏതോ രാജ്യത്ത് PR അല്ല, ലക്ഷക്കണക്കിന് രൂപ മാത്രമല്ല, അർഹതയില്ലാത്ത ഉപരി. ഇതെല്ലാം ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥയിലുള്ളതാ. അതെല്ലാം ഒരുവന്റെ മേൽ ഫേവർ വെളിപ്പെട്ടാൽ ഉണ്ടായിരിക്കും. ഞാൻ ഉദ്ദേശിച്ചത് അതിനേക്കാൾ ഉപരി സമാധാനത്തോടുകൂടെ ഒരു ജീവിതം. നിത്യതയെ ലക്ഷ്യമാക്കി പോകുമ്പോൾ നിനക്കൊന്നും ഒരു ഇടർച്ചയാകാൻ പാടില്ല, നിനക്കൊന്നും ഒരു ഇടർച്ചയാകാൻ പാടില്ല. ഹല്ലേലൂയ. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, കർത്താവേ, ഞാൻ നിന്റെ വേലക്കിറങ്ങി എനിക്കൊന്നും ഒരു ഇടർച്ചയാകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയരെ, ഞെരുക്കമുണ്ടെങ്കിൽ എങ്ങനെയാ സന്തോഷത്തോടെ വേല ചെയ്യാൻ കഴിയുന്നേ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത് എന്തൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സ്റ്റെപ്പ് എടുക്കാൻ കഴിയാത്ത ഞെരുക്കമുണ്ടെങ്കിൽ നമ്മളെ സ്റ്റെപ്പ് വെച്ചോണ്ട് നിൽക്കുകയല്ലേ ഉള്ളൂ. സ്റ്റെപ്പ് എടുക്കുമ്പോ ദൈവം വഴികൾ തുറന്നു വരണ്ടേ, ദൈവം വാതിലുകൾ തുറന്നു വരണ്ടേ. അതിന്റെ പേരാ ദൈവത്തിന്റെ ഫേവർ. ഹല്ലേലൂയ. പ്രിയരെ, 4.4 അടി പൊക്കം മാത്രമുള്ള, കണ്ണിന് ശോഭ നിറഞ്ഞ, ചാവിള്ളയെന്ന് സ്വന്തമായി തന്റെ ശരീരത്തെ നോക്കി പൗലോസ് തന്നെ കമന്റ് പറയുന്നുണ്ട്, ഞാൻ അകാല പ്രജയാണ്. പക്ഷേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവർ രോഗം മാറണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവനോട് ദൈവം പറഞ്ഞു, എന്റെ കൃപ നിനക്ക്. ബലഹീനത തികഞ്ഞു വരുന്ന ദൈവശക്തി
രോഗം മാറിയില്ല, പക്ഷെ ദൈവത്തിന്റെ ഫേവർ, ദൈവത്തിന്റെ കൃപ വെളിപ്പെട്ടു. അങ്ങനെ കൃപ വെളിപ്പെട്ടത് കൊണ്ട് എഫെസോസിൽ ചെന്ന ആർത്തമിസ് വീണത്. ഹല്ലേലൂയ. അങ്ങനെ കൃപ വെളിപ്പെട്ടത് കൊണ്ട് അഭിഷിക്തർ ആമേൻ ഏതു സ്ഥലത്ത് പോയാലും സഭകൾ ഉയർന്നു വന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എന്റെ മിനിസ്ട്രിക്ക് ഒന്നും ഇടർച്ചയാകാൻ പാടില്ല. ഹല്ലേലൂയ. കഷ്ടതകൾ മാറണമെന്നല്ല, ഈ കഷ്ടതകളെ ജയിച്ച് മിനിസ്ട്രിയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കൃപ വേണം. അമ്മേ, ഇന്ന് പകൽക്കാലം ഇരിക്കുമ്പോ ഇരിപ്പിലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കണം, കർത്താവേ, അങ്ങനെ ഒരു ദൈവത്തിന്റെ ഫേവർ വേണം. ഹല്ലേലൂയ. എത്തേണ്ടടുത്ത് എത്തണം, ഇരിക്കേണ്ടടുത്ത് ഇരിക്കണം. പമ്പരം കറങ്ങുന്നത് പോലെ കറങ്ങരുത്. നാട്ടുകാരുടെ മുമ്പിൽ ഒരു ചോദ്യ ചിഹ്നമായി നീയോ നിന്റെ കുടുംബമോ നിന്റെ ഭാവിയോ നിന്റെ ശുശ്രൂഷയോ മാറരുത്. ഹല്ലേലൂയ. ആരെങ്കിലും കാണുമ്പോൾ ഓടി ഒളിക്കുകയല്ല വേണ്ടത്. ദൈവമാണ് എന്നെ നടത്തുന്നു എന്ന് ധൈര്യത്തോടെ പറഞ്ഞു നിൽക്കാൻ കഴിയുമോ ഒരു നല്ലൊരു ജീവിതം ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ ദൈവത്തിന്റെ ഫേവർ വെളിപ്പെടണം. ദൈവത്തിന്റെ ഫേവർ വെളിപ്പെടണം. പ്രിയരെ, എസ്റ്റേറിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ ഫേവർ വെളിപ്പെട്ടത് നമ്മൾ ചിന്തിക്കും പോലെയൊന്നും അല്ല. നമ്മൾ ചിന്തിക്കുന്നത് അതിരാവിലെ ആയപ്പോൾ അഹശ്വേരോശ് രാജാവ് പറഞ്ഞു, എസ്തേറേ, ഞാൻ നിന്നെ എൻ്റെ പ്രധാന രാജ്ഞിയാക്കി. നോ 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 നോ, അല്ല പ്രിയരെ. എസ്തേറിനേക്കാൾ കഴിവുള്ളവർ, എസ്തേറിനേക്കാൾ സൗന്ദര്യമുള്ളവർ രാജ പദവിയിൽ അവിടെ ഇരിപ്പുണ്ട്. രാജ പദവിയിൽ അവിടെ ഇരിപ്പുണ്ട്. പക്ഷെ വചനം പറയുന്നു, അഹശ്വേരോശ് രാജാവ് തൻ്റെ രാജ്ഞിയായ തൻ്റെ പത്നിയായ, അങ്ങനെ വേണമെങ്കിൽ പറയാ, വസ്തിയോട് പറഞ്ഞു ഒരു ദിവസം പറയുക, വസ്തി, ഇന്ന് നമ്മുടെ രാജകൊട്ടാരത്തിനകത്ത് 100 കണക്കിന് എൻ്റെ പ്രഭുക്കന്മാരും എൻ്റെ അയൽ രാജ്യത്തുള്ളവർ എല്ലാവരെയും വിളിച്ചു വരുത്തി ഞാൻ വലിയൊരു വിരുന്ന്, വലിയൊരു സൽക്കാരം നടത്താൻ പോകുക. വസ്തിയോട് പറഞ്ഞു, അവരെല്ലാവരും ആനന്ദിച്ചു നിൽക്കുമ്പോൾ അവരുടെ മുൻപിൽ നീ നൃത്തം ചെയ്യണം. നീ നൃത്തം ചെയ്യണം. വസ്തി പറഞ്ഞു, ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ. വസ്തി പറഞ്ഞു, ഞാൻ അവരുടെ മുൻപിൽ നൃത്തം ചെയ്യില്ല. നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പറഞ്ഞ മറുപടി മാന്യതയുള്ള മറുപടിയാ. ഹലോ, അവൾ പറഞ്ഞ മറുപടി മാന്യതയുള്ള മറുപടിയാ, തെറ്റൊന്നും പറഞ്ഞില്ല. അവളോട് പറഞ്ഞു, സകല പ്രഭുക്കന്മാരും അമ്മയും മദ്യപിച്ച് വീഞ്ഞു കുടിച്ച് മത്തരായി നിൽക്കുന്നവരുടെ മുൻപിൽ നൃത്തം ചെയ്യണം. രാജാവിനോട് പറഞ്ഞു, രാജാവേ, തിരുമനസേ, എല്ലാവരും മദ്യപിച്ച് നിൽക്കുമ്പോൾ എനിക്ക് നൃത്തം ചെയ്യാൻ മനസ്സില്ല. നമ്മൾ ചോദിക്കും, കർത്താവേ, അവള് പറഞ്ഞത് സത്യമല്ലേ? അവള് പറഞ്ഞത് നീതിയല്ലേ? അവള് പറഞ്ഞത് റൈറ്റ് അല്ലേ? അവള് പറഞ്ഞത് ശരിയല്ലേ? ദൈവം പറയും, അവള് പറഞ്ഞതാണ് ശരി, അവള് പറഞ്ഞതാണ് ശരി, അവൾ ചെയ്തതാണ് ശരി. പക്ഷേ എനിക്ക് അവളെ അവിടെ നിന്ന് മാറ്റി ഒരുത്തി അവിടെ കൊണ്ടുവരണമെങ്കിൽ പലരുടെയും ശരിയെ ഞാൻ തിരിച്ചിട്ട് ഇരുത്തേണ്ടവനെ ഞാൻ അവിടെ ഇരുത്തും. ഓ, മനസ്സിലായവരുണ്ടെങ്കിൽ ഈ പകൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങണം. പ്രാപ്തി കൊണ്ട് നിനക്ക് യോഗ്യതയില്ല, കഴിവ് കൊണ്ട് നിനക്ക് ആ ഉപജീവനം ലഭിക്കാൻ യോഗ്യതയില്ല, അർഹത കൊണ്ട് നിനക്ക് ആ ഭവനം മേടിക്കാൻ യോഗ്യതയില്ല, അർഹത കൊണ്ട് ആ രാജ്യത്തിലെത്താൻ നിനക്ക് യോഗ്യതയില്ല, നിന്റെ മിനിസ്ട്രി വളരാൻ യോഗ്യതയില്ല. പക്ഷേ ചിലരെ മാറ്റിയിട്ട് എന്റെ ദൈവം നിന്നെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തും ഒരു ദൈവ പ്രവർത്തി ഈ പകൽ വിശ്വസിക്കാമെങ്കിൽ കരമടിച്ച് എന്റെ ദൈവത്തിന് അർത്ഥരാധരം ജബാല ഘടകധാര ധാര ധാരം 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 ദീപരവൈഡപരം ദുരവൈഡപരം ദരവൈഡപരം ദരവൈഡവാല റീബാര ചബാല ഹട്കബാര ധാര ധാരം 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 ധാരം. പ്രാപിക്കാൻ കഴിയുമെങ്കിൽ പ്രാപിച്ചോ. നിന്റെ മാർക്ക് വെച്ച് നിനക്ക് ആ എഡ്യൂക്കേഷൻ ലഭിക്കേണ്ട യോഗ്യതയില്ല.
നിന്റെ പഠിപ്പ് വെച്ചത് ലഭിക്കാൻ ഒരു പ്രാപ്തിയില്ല. നിന്റെ മാർക്ക് വെച്ച് നിനക്ക് അഡ്മിഷൻ ലഭിക്കാൻ യോഗ്യതയില്ല. നിന്റെ കഴിവ് വെച്ച് നിനക്ക് അവിടെ എത്തിച്ചേരാൻ ഒരു യോഗ്യതയില്ല. നിന്റെ യോഗ്യത വെച്ച് നിനക്ക് അങ്ങനെ ഒരു ഭാവി ലഭിക്കാൻ യോഗ്യതയില്ല. പക്ഷെ ദൈവം പറയുക, കുഞ്ഞേ, ഞാൻ മാറ്റിയിട്ട് ചിലരെ റീപ്ലേസ് ചെയ്തിട്ട് ഞാൻ നിന്നെ ഇരുത്തേണ്ടടുത്ത് ഇരുത്ത്. വിശ്വസിക്കാമെങ്കിൽ എന്റെ ദൈവത്തിന് ആരാധിച്ചു തുടങ്ങണം. നിനക്ക് യോഗ്യതയില്ലാത്തടത്ത് ദൈവം നിന്നെ ഇരുത്തും. നിനക്കർഹതയില്ലാത്തവരടുത്ത് ദൈവം നിന്റെ തലമുറ ഉയർപ്പിക്കും. സ്വപ്നം കാണാൻ കഴിയാത്തടുത്ത് നിന്റെ ഭാവിയെ എൻ്റെ ദൈവം ഉറപ്പിക്കും. അർഹതയില്ലാത്തവരുടെ മുൻപിൽ അതിശയത്തോടെ ദൈവം നിന്നെ നിർത്തൂ. ശക്തന്മാരുടെ മുൻപിൽ എൻ്റെ ദൈവം നിന്നെ നിർത്തുന്നൊരു നാൾ വിദൂരമല്ല. ആത്മാവ് പ്രവചിക്കുക. ഇന്ന് പകൽ വിശ്വസിക്കുക. നീ വചനത്തെ ഉയർത്തിയത് കൊണ്ട് ഈ വചനം നിന്നെ ഉയർത്താൻ പോകുക. കഷ്ടതയുടെ രാത്രികളിൽ മാറി ഉടുക്കാൻ വസ്ത്രമില്ലാതെ നിലവിളിച്ച രാത്രികളിൽ നല്ല ആഹാരമില്ലാതെ കരഞ്ഞ മലകളിൽ ഇന്ന് പകൽക്കാലം ആത്മാവിൽ പ്രവചിക്കുക. എന്റെ ദൈവം എന്നെ ഉയർത്താൻ പോകുന്നു. എന്റെ ദൈവം എന്നെ മാനിക്കാൻ പോകുന്നു. പ്രിയരെ, വസ്തിയെ മാറ്റേണ്ട ഒരു കാര്യമില്ല. വസ്തി പെർഫെക്റ്റ് ആണ്. വസ്തി യോഗ്യതയുള്ളവളാണ്, സൗന്ദര്യമുള്ളവളാണ്, അഴകുള്ളവളാണ്. ലോകത്തിന്റെ മുൻപിലെ സകലതും അവൾക്ക് എടുത്തു പറയാനുണ്ട്. പക്ഷേ എൻ്റെ ദൈവത്തിന്റെ പ്രത്യേകത, എനിക്ക് പ്രീതിയുള്ളവന് ഞാൻ മുന്നിൽ കൊണ്ടുവരും. എനിക്ക് പ്രീതിയുള്ളവന് ഞാൻ മുന്നിൽ കൊണ്ടുവരും. ഇന്ന് പകൽക്കാലം, ഇന്ന് പകൽ മലകളുടെ ജീവിതവും ഇന്നിൻ്റെ അവസ്ഥകളൊന്ന് താരതമ്യം ചെയ്ത് നോക്കണം. ഇന്ന് നീ അനുഭവിക്കുന്ന നന്മയ്ക്ക്, ഇന്ന് നീ നടന്നു പോകുന്ന പാതകൾക്ക്, നീ കഴിക്കുന്ന ആഹാരത്തിന്, ധരിക്കുന്ന വസ്ത്രത്തിന് നിനക്ക് യോഗ്യതയുണ്ടോ? നിനക്ക് അർഹതയുണ്ടോ? എടുത്തു പറയാൻ എന്തെങ്കിലും മഹത്വമുണ്ടോ? നിനക്ക് എടുത്തു പറയാൻ എന്തെങ്കിലും ഈ ലോകത്തിൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലല്ലോ പ്രിയരെ. ഒന്നേ ഒരു കാര്യം, ദൈവം നിന്റെ കൂടെ ഉണ്ടായിരുന്നു. ദൈവം നിന്റെ കൂടെ ഉണ്ടായിരുന്നു. എത്രയോ രാത്രികൾ മരണം കൊതിച്ചു. എത്രയോ രാത്രികളിൽ മതിയഹോവേ എന്ന് പ്രാർത്ഥിച്ചു. ഒരുപക്ഷെ നല്ല വാക്ക് പറയാ ഒരപ്പനോ ചേർത്ത് പിടിക്കാൻ ആരമ്മയോ ഇല്ലാത്ത എത്രയോ രാത്രികൾ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വന്നു. ദൈവത്തോട് പോലും ചോദിച്ചു, കർത്താവേ, എന്തിനാ ഇങ്ങനൊരു ജീവിതം? ദാവീദ് പറഞ്ഞു, എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു, അപ്പോൾ എന്റെ ദൈവം എന്നെ ചേർത്ത് പിടിച്ചു. ഏതൊക്കെ രാത്രികളിൽ ഈ വചനത്തെ മുറുകെ പിടിച്ച് ദൈവസന്നിധിയിൽ കരഞ്ഞ് നിലവിളിച്ചു നീ മടമീങ്ങിയില്ലേ, അവിടമെല്ലാം ദൈവം എന്നെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോ കഴിഞ്ഞ ദിവസം 2 ആഴ്ചയാകും തോന്നുന്നു, ഒരു ദൈവദാസി എന്നെ വിളിച്ചു. ഇടുക്കിന്നാ വിളിച്ചേ. അവരിപ്പോ നാട്ടിലല്ല, അവര് ദുബായിലാണ്. ഷാർജ എന്ന് പറയുന്ന സ്ഥലത്ത്, റോള എന്ന് പറയുന്ന സ്ഥലത്ത് ദുബായിൽ വർക്ക് ചെയ്യുന്ന നിൽക്കുന്ന സമയത്ത് തൻ്റെ സ്നേഹിതരെല്ലാവരും കൂടെ പറഞ്ഞു, നമുക്കൊരു ബിസിനസ് ചെയ്യാം. അവർ പറയുന്നത് ഇങ്ങനെയാണ്, കിട്ടാൻ കഴിയുന്ന എല്ലാ കടങ്ങളും എടുത്ത് ആ ദേശത്ത് അവരോട് കൂടെ ഒരു പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ഇട്ടു. ആദ്യത്തെ 1.5 ആഴ്ച ബിസിനസ് സക്സസ് ആയിരുന്നു. 3 മാസം കൊണ്ട് ബിസിനസ് എല്ലാം തകർന്നു. കൂടെ ഉണ്ടായിരുന്ന 3 പേരും പറഞ്ഞു, ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റില്ല, നഷ്ടമായ പൈസ പോട്ടെ, ഞങ്ങളിത് വിടുന്നു. ആ വ്യക്തി എന്നെ വിളിക്കുന്ന സമയത്ത് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, ദൈവദാസനെ,
എനിക്ക് വിട്ടേച്ചു പോകാൻ കഴിയില്ല. എൻ്റെ തലമുറകൾക്ക് ആഹാരം കഴിച്ചിട്ട് ഇത്ര ദിവസമായി. എനിക്ക് വിട്ടേച്ചു പോകാൻ കഴിയില്ല. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? എന്നോട് ദൈവാത്മാവ് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് അമ്മ ഞാൻ ദൈവാത്മാവിൽ പറഞ്ഞു, നീ അതുമാത്രമല്ല അതിൻ്റെ ബ്രാഞ്ചുകളും തുടങ്ങും. അതിൻ്റെ ബ്രാഞ്ചുകളും തുടങ്ങും. ആ സഹോദരി പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, എങ്ങനെ പാസ്റ്ററേ? ഞാൻ പറഞ്ഞു, അതെനിക്കറിയില്ല, ദൈവം എന്നോട് പറയാൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് പറയുക, പാസ്റ്ററേ എല്ലാവരും പോയി, ആ ബിസിനസ് ഇപ്പം എൻ്റെ പേരില്ല, ആ ബിസിനസ് ഇപ്പം എൻ്റെ പേരില്ല. എന്നെ ഹെൽപ്പ് ചെയ്യാൻ 2 പേർ വന്നു. ഇന്ന് ഞാൻ റോളയിൽ സ്വന്തമായി ബിസിനസ് ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നല്ല വരുമാനമുണ്ട് പാസ്റ്ററേ. എനിക്കറിയില്ല എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വഴി തുറന്നതാണോ എന്ന്. വല്ലതും പിടി കിട്ടിയോ? ചിലതിനെയൊക്കെ വെട്ടിമാറ്റി. അർഹതയില്ലാത്ത ചിലത് നിന്റെ കരത്തിൽ തരുന്നവനാ എൻ്റെ ദൈവം. ഏതോ തലമുറയ്ക്ക് ലഭിക്കേണ്ടത്, ഏതോ കുടുംബത്തിന് ലഭിക്കേണ്ടത് നിന്റെ കണ്ണുനീർ കണ്ടിട്ട്, നിന്റെ ഇന്നലകളുടെ ഞെരുക്കം കണ്ടിട്ട് നിന്റെ മേൽ വച്ചു തരുന്നവനാ എൻ്റെ ദൈവം. എസ്തേറിനോട് ചോദിച്ചു, എസ്തേറേ നല്ല വസ്ത്രം നിനക്കുണ്ടായിരുന്നോ? അവൾ പറയും, നല്ലൊരു വസ്ത്രം ധരിച്ചിട്ടില്ല പാസ്റ്ററേ, ഞാൻ അനാഥയല്ലേ. എൻ്റെ ചിറ്റപ്പൻ പോയി രാജാവിൻ്റെ പടിവാതിക്കൽ നിന്ന് ലഭിക്കുന്ന ചെറിയ നന്മ കൊണ്ടാ എന്നെ വളർത്തിയത്. ഞാനൊന്നും ചോദിക്കാറില്ല, നമ്മളെയൊക്കെ ഭാഷയാ. എൻ്റെ അപ്പൻ്റെ അമ്മയുടെ അവസ്ഥ അറിയാത്തത് കൊണ്ട് ഞാൻ ഒന്നും ചോദിക്കാറില്ല. ചോദിച്ചാൽ അവർക്ക് തരാൻ കാണില്ല. ഇല്ലാത്തവരെ പോലെ ജീവിച്ച രാത്രികൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇല്ലാത്തതുപോലെ മുന്നോട്ട് പോയ, ഒരു വസ്ത്രം വാങ്ങാൻ കൊതിച്ച ഇമ്മലകളിൽ ഉണ്ടായിരുന്നു. ഒരു മല്ലയാഹാരം കഴിക്കാൻ കൊതിച്ച ഇമ്മലകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് പകൽ കേട്ടോ, വസ്തിയെ മാറ്റി എൻ്റെ ദൈവം എസ്തേറിനെ ഇരുത്തിയപ്പോ, അവളുടെ ജീവിതത്തെ ദൈവം തിരിച്ചപ്പോ, അവൾ ഒന്നും തേടി പോകണ്ട. അവൾക്ക് വേണ്ടിയുള്ളവൾ അവളെ തേടി വരുമെങ്കിൽ ഈ പകൽ ആത്മാവിൽ ഞാൻ പ്രവചിക്കുക, നീ തേടി പോകണ്ട, നിന്നെ തേടി നന്മകൾ വെളിപ്പെടും. നീ ആരുടെയും മുൻപിൽ കൈ നീട്ടണ്ട, നീ ആരുടെയും മുൻപിൽ പകച്ചു നിൽക്കണ്ട. നാളത്തെ പകലെന്താകും അമ്മ ഓർത്ത് വിതുമ്പുണ്ട്. ആരൊക്കെ ഇതിനകത്തിരിക്കുന്നുണ്ട്, പാസ് എനിക്കൊരു നല്ല വിദ്യാഭ്യാസം ലഭിക്കുമോ, എനിക്കൊരു നല്ല ഭാവി ലഭിക്കുമോ, എന്റെ മിനിസ്ട്രി എന്റെ ദൈവം പുറത്തു കൊണ്ടുവരുമോ? നിന്നോട് ദൈവം പ്രവചിക്കുക, ചിലവിനെ റീപ്ലേസ് ചെയ്ത് എന്റെ ദൈവം നിന്നെ ഇരുത്തുന്നു. കാലഘടികാരങ്ങളെ എന്റെ ദൈവം തിരിക്കുന്നു. ഈ പകൽ വിശ്വസിക്കാമെങ്കിൽ എന്റെ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങണ, വിശ്വസിക്കാമെങ്കിൽ ദൈവത്തെ ആരാധിച്ചു തുടങ്ങണ. ഈ പകൽ വിശ്വസിക്കാമെങ്കിൽ ദൈവത്തിന് നന്ദി പറയണ. ഓ ശബരബലധരകൾ ഖമാനദലഗട. പ്രിയരെ, ഇന്നലെ എസ്തേർ ധരിച്ചത് അനാഥത്വത്തിൻ്റെ വസ്ത്രം. ഇന്ന് എസ്തേർ ധരിക്കുന്നത് രാജകീയ വസ്ത്രം. ഇന്നലെ എസ്തേർ കഴിച്ചത് സാധാരണക്കാരുടെ ആഹാരം. ഇന്ന് എസ്തേറിന്റെ മുൻപിൽ വിളമ്പി വയ്ക്കുന്നത് രാജകീയ ഭോജനം. ആത്മാവിൽ പിടിക്കാൻ കഴിയുമെങ്കിൽ തലമുറകളെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുക, നിന്റെ പിതാക്കന്മാർക്കോ മാതാവിനോ കൊണ്ടു നിർത്താൻ കഴിയാത്ത വേദികളിൽ, കൊണ്ടുകൊടുത്താൻ കഴിയാത്ത രാജ്യങ്ങളിൽ, കൊണ്ടു നിർത്താൻ കഴിയാത്ത പട്ടണങ്ങളിൽ എന്റെ ദൈവം നിന്നെ കൊണ്ടു നിർത്തി അർഹതയില്ലാത്തവ നിന്റെ മുൻപിൽ വിരത്തി വയ്ക്കുമോ?
വലിയൊരു ഫേവർ ഇതിനകത്ത് ഇറങ്ങുകയാണ് കേട്ടോ. പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. നിന്റെ സ്തോത്രത്തിന് ഇന്ന് പകൽ നിന്റെ ജീവിതത്തെ തിരിക്കാനുള്ള ശക്തിയുണ്ട്. ഈ പകൽ നീ ആരാധിക്കുന്ന ഒരു ആരാധനയ്ക്ക്, നീ കരയുന്ന ഒരു തുള്ളി കണ്ണുനീരിന് നിന്റെ ജീവിതത്തെ തിരിക്കോ. നിന്നെ ആരും വളർത്തുണ്ട കുഞ്ഞ്, നിന്റെ മിനിസ്ട്രി ആരും വളർത്തുണ്ട കുഞ്ഞ്, നിനക്ക് വേണ്ടി ആരും ഭാവി തുറന്നു വരണ്ട കുഞ്ഞ്. നിന്റെ ജീവിതം ശരിയായിരിക്കുക, പക്ഷേ അവനെ വലുതാക്കാൻ കഴിയുമോ, അവനെ ഉയർത്താൻ കഴിയുമോ, അവനെ മാന്യതയുള്ളവാക്കി കഴിക്കാൻ കഴിയുമോ? ഒരു ദൈവത്തിന്റെ ഫേവർ ഉണ്ട്. ഞാനിങ്ങനെ പറയട്ടെ, ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാനൊക്കെ വിളിക്കുന്നത്, കഴിഞ്ഞ ദിവസം ഒരു മാതാവ് ഇവിടെ അടുത്തുള്ളതാ, അവർ വേറൊരു സഭയിൽ പോകുന്നവരെ, ഞാൻ അവരെ വിളിച്ചിട്ടില്ല. നമുക്കങ്ങനെ ഒരു സ്വഭാവം ഇല്ല. അവരെന്നോട് ചോദിച്ചു പാസ്റ്റേ വരട്ടെ, ഞാൻ പറഞ്ഞു നോ. ഹല്ലേലൂയ. അവരെന്നോട് പറയുക, പാസ്റ്റേ 2 വർഷമായി എൻ്റെ കുഞ്ഞ് വീട്ടിൽ നിൽക്കുക, 2 വർഷമായി എൻ്റെ കുഞ്ഞ് വീട്ടിൽ നിൽക്കുക. എത്ര ശതമാനം മാർക്ക് നേക്കണോ? +2 99.5% മാർക്ക്. 99.5%. ക്രൈസ്റ്റ് നഗറിൽ പഠിച്ചതാ. അമ്മ കരഞ്ഞിട്ട് പറയുക, 2 വർഷമായി എൻ്റെ വീട്ടിൽ നിൽക്കുക. ഇന്ന് പകൽ ദൈവത്തിന് ഫേവർ ഉണ്ടെങ്കിൽ, ദൈവത്തിന് ഫേവർ ഉണ്ടെങ്കിൽ അർഹതയില്ലാത്ത വിദ്യാഭ്യാസം നിനക്ക് തരും. കഴിവുള്ളവർ കാണും, പ്രാപ്തിയുള്ളവർ കാണും, മിടുക്കുള്ളവർ കാണും. എൻ്റെ ദൈവം ഉയർത്തി നിർത്തും. അതിൻ്റെ പേരാ ഫേവർ, അതിൻ്റെ പേരാ ഫേവർ. വചനം പറയുന്നു, എസ്തേറിനോട് സകലർക്കും പ്രീതി തോന്നി. എസ്തേറിനോട് സകലർക്കും പ്രീതി തോന്നി. ഒറ്റ വാക്കും കൂടെ പറഞ്ഞിട്ട് നിർത്തട്ടെ. വചനം പറയുന്നു, പ്രീതി തോന്നുക മാത്രമല്ല, വചനം പറയുന്ന കാര്യം ഇങ്ങനെയാണ്. ദേശത്ത് ഇസ്രായേലിനെതിരെ, എബ്രായർക്കെതിരെ, ദൈവജനത്തിനെതിരെ, യഹൂദന്മാർക്കെതിരെ ഒരുവൻ എഴുന്നേറ്റു. വലിയ കഴുകുമരം ഒരുക്കി. വീട്ടിനകത്ത് രാവിലെയും വൈകിട്ട് പോകുമ്പോൾ കഴുകുമരം നോക്കി പറയും, ഒരിക്കൽ ഞാൻ എല്ലാവരെയും തൂക്കും, ഒരിക്കൽ ഞാൻ എല്ലാവരെയും തകർക്കും. ഹാമാൻ കഴുകുമരം ഒരുക്കി യഹൂദന്മാരെ മുഴുവനും തകർത്തു കളയാൻ പദ്ധതിയിട്ടിരിക്കുമ്പോൾ ദൈവം വചനം പറയുന്നു, ഹാമാൻ പദ്ധതിയിടുന്നതിന് മുമ്പ് ഇരുത്തേണ്ടവളെ ഇരുത്തേണ്ടടുത്തിരുത്തി. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തെ തകർത്ത് കളയാൻ ശത്രു പദ്ധതിയിടുന്നുണ്ടെന്ന് എൻ്റെ ദൈവം അറിഞ്ഞിട്ട് നിന്നെ ഇരുത്തേണ്ടടുത്ത് മുന്നമേ കൊണ്ടിരുത്തും. നിനക്ക് വേണ്ടിയുള്ള വിടുതലിനെ മുന്നമേ എൻ്റെ ദൈവം ഒരുക്കി വച്ചിരിക്കോ. 2025 8-ാം മാസം ആദ്യത്തെ ഞായറിൽ ആത്മാവ് പ്രവചിക്കുക, നിന്റെ തലമുറയെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തി. കുഞ്ഞ്, നിനക്ക് രാജഭോജനം നൽകിയത്, നിനക്ക് രാജവസ്ത്രം നൽകിയത് നീ കരുതി എന്ത് നിനക്ക് വേണ്ടി മാത്രമാണെന്നോ? അല്ല കുഞ്ഞ്, നീ ഇരിക്കേണ്ടടുത്ത് ഇരുത്തിയാല്, എനിക്കിരുത്തിയാല് എന്റെ ജനത്തെ രക്ഷിപ്പോ, നിന്റെ മാവിനെ എനിക്ക് ഉപയോഗിക്കാൻ കഴിയോ? ഹല്ലേലൂയ. നമ്മൾക്ക് അർഹതയില്ലാത്തത് ലഭിക്കുന്നുണ്ടെങ്കിൽ, അർഹതയില്ലാത്ത മാന്യത ലഭിക്കുന്നുണ്ടെങ്കിൽ, അർഹതയില്ലാത്തടുത്ത് ദൈവം ഇരുത്തിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഒന്ന് ഓർത്തോണം, സേഫ് സോണിലല്ല നമ്മൾ ഇരിക്കുന്നത്. ചിലരെ വലിച്ചിരി കയറ്റാനാ,
ചിലരുടെ അടിമനുകത്തുനിന്ന് ചിലരെ വലിച്ചു കയറ്റാനാണ്, ചിലരെ രക്ഷിച്ചെടുക്കാനാണ് നമ്മുടെ ആലയത്തെ ഈ ദേശത്ത് ദൈവം ഉറപ്പിച്ചതിന് കാരണം അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കാനാണ്. മരണം മുന്നിൽ കണ്ടുകിടക്കുന്ന ചിലവരെ വലിച്ചെടുക്കാനാണ്. വിശ്വസിക്കാമെങ്കിൽ എന്റെ ദൈവത്തെ ആരാധിച്ചു വിടങ്ങട്ടെ. വചനം പറയുന്നു, യഹൂദന്മാരെ തകർക്കാൻ പദ്ധതിയിടുന്നതിന് മുമ്പ് എസ്തേറിനെ ഇരുത്തേണ്ടടുത്ത് എൻ്റെ ദൈവം ഇരുത്തി. അവിടം കൊണ്ട് തീർന്നില്ല. ഒരുവനോട് ദൈവത്തിന് ഫേവർ ഉണ്ടെങ്കിൽ, പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചാൽ മതി കേട്ടോ. ഒരുവനോട് ദൈവത്തിന് ഫേവർ ഉണ്ടെങ്കിൽ വചനം പറയുന്നു, രാജകൊട്ടാരത്തിൽ മാത്രമല്ല, ഏത് ശത്രു യഹൂദന്മാരെ തകർക്കാൻ കഴുകുമര ഒരുക്കിയോ അതേ ശത്രുവിൻ്റെ കൊട്ടാരം എസ്തേറിൻ്റെ പേർക്ക് അഹശ്വേരോശ് രാജാവ് എഴുതി നൽകി. ഹലോ, ആര് തകർക്കുമെന്ന്, ആരോട്ടിക്കുമെന്ന് നിന്നെ നോക്കി വിധി എഴുതിയോ, നിന്നെ ഓട്ടിക്കുമെന്ന് ശത്രു പറഞ്ഞോ, അതേ ശത്രുവിൻ്റെ കൊട്ടാരത്തെ നിന്റെ കയ്യിൽ തരുന്നൊരു ദൈവത്തിൻ്റെ ഫേവറുണ്ട്. വചനം പറയുന്നു, ഹാമാൻ പാർത്തിരുന്ന കൊട്ടാരവും അവൻ്റെ വസ്തുവകകൾ എസ്തേറിൻ്റെ കരത്തിൽ അഹശ്വേരോശ് രാജാവ് നൽകിയെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ പ്രവചിക്കുക, നിന്നെ ഓട്ടിക്കുമെന്ന് പറയുന്ന അതേ ഇടത്ത് ദൈവം നിന്നെ ഉറപ്പിക്കുക മാത്രമല്ല, അർഹതയില്ലാത്ത ചിലവ് നിനക്കെതിരെ നിഗൂഢ പദ്ധതി ഒരുക്കിയ ചില ഇടങ്ങൾ കൂടമിന്റെ തലമുറയുടെ പേരിൽ എഴുതി വാങ്ങത്തക്ക രീതിയിൽ ഒരു ദൈവത്തിന്റെ ഫേവർ വെളിപ്പെടും. വിശ്വസിക്കാമെങ്കിൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങ്, ദൈവത്തെ ആരാധിച്ചു തുടങ്ങ്. നിന്നെ ദേശത്തുനിന്ന് ഓട്ടിക്കുമെന്ന്, നിന്നെ ദേശത്തുനിന്ന് പരസ്യഗോലമാക്കുമെന്ന്, നിന്നൊരു മിമ്മാപാത്രമാക്കുമെന്ന് ദേശത്ത് വിധി എഴുതിയ ഫിലിപ്പിന്റെ മന്മകള് ദൈവം നിനക്ക് തരുന്ന ഫേവറുകൾ ഈ പകൽ വെളിപ്പെടുകയോ എമ്മറിയില്ല. ദൈവാത്മാവെന്നെ വ്യക്തമായി കാണിക്കുന്നു, ഇതിനകത്തിരിക്കുന്ന രണ്ട് കുടുംബങ്ങളുടെ ദൈവത്തിന്റെ ഫേവർ അതുപോലെ വെളിപ്പെടുകയോ. രണ്ട് കുടുംബങ്ങളുടെ ഈ പകൽ പിടിച്ചോ, ഈ പകൽക്കാലം സ്വീകരിച്ചോ. നീ പോലും അറിയാതെ ശബാല ഹർത്തബാല ആരാ പറഞ്ഞു നിന്നെ തകർക്കാൻ കഴിയുമെന്ന്? ആരാ പറഞ്ഞു നീ തീർന്നു പോകുമെന്ന്? ആരാ പറഞ്ഞു നിന്റെ തലമുറ തകർന്നു പോകുമെന്ന്? ആരാ പറഞ്ഞു നിന്റെ കഴിമഴത്തിൽ നിന്നെ ഒതുക്കി കളയുമെന്ന്? പക്ഷെ ദൈവം പറയുക, കുഞ്ഞ്, ഞാൻ നിന്നെ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം ചിലവ് നിന്റെ കരത്തിൽ തരും, ദൈവം ചിലവ് നിന്റെ പേരിൽ തരും, ദൈവം ചിലവ് നിന്റെ കുടുംബത്തിന് വേണ്ടി സ്വന്തമായി തരും. ഈ പകൽ വിശ്വസിക്ക. ഓ ശബരാദാര അർത്ഥബാല ഹഡഗധാര വൈഡബാല ഹർത്തരാബ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഏത് ദേശത്ത് നോട്ടിക്കുമെന്ന് പറഞ്ഞോ, അതേ ദേശത്ത് ദൈവം നിന്നെ നിലനിർത്തും. ഏത് കൂടാരത്തിൽ നിന്ന് നിനക്ക് പദ്ധതി ഒരുക്കിയോ അതേ കൂടാരം ദൈവം നിനക്ക് തരും. നിങ്ങൾ ചോദിക്കും, കാസ്റ്റർ എന്തിനാ അത് തരുന്നേ? എനിക്കും അറിയില്ല, ദൈവത്തിനെ അറിയൂ. ഹല്ലേലൂയ. കാരണം എന്തെന്നറിയാമോ? അത് ദൈവത്തിൻ്റെ നീതിയാ. അത് ദൈവത്തിൻ്റെ നീതിയാ. കാരണം എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. പ്രിയരെ, എസ്തേറിന് അവൻ്റെ കൊട്ടാരം കൊടുത്തെന്ന് പറഞ്ഞാൽ ആർക്ക് കൊടുത്തതാ? പ്രാർത്ഥിക്കുന്ന മോദെഖായിക്ക്, അവളുടെ ചിറ്റപ്പന് കൊടുത്തതാ. ആമേൻ. എൻ്റെ പ്രസംഗഭാഷയിൽ സമയമില്ല, ഞാൻ പറയും. എസ്തേറിൻ്റെ കയ്യിൽ ഹാമാന്റെ കൊട്ടാരത്തിൻ്റെ താക്കോൽ അഹശ്വേരോശ് രാജാവ് കൊടുക്കുമ്പോൾ ആ താക്കോലും കൊണ്ട് എസ്തേറിൻ്റെ ഒരു ഓട്ടമുണ്ട്.
മൊർദെഖായിയുടെ കൈ ചേർത്ത് പിടിച്ചിട്ട് മൊർദെഖായിയുടെ കൈക്കകത്ത് കൊടുക്കുമ്പോൾ മൊർദെഖായി പറയും, എൻ്റെ ദൈവം ഇത്രമാത്രം വിശ്വസ്തനെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇത്രമാത്രം എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ വിശ്വസ്തനെന്ന് ഞാൻ അറിഞ്ഞില്ല. യഹൂദന്മാരായ ഞങ്ങളെ വിടുവിക്കണമെന്നേ ഞാൻ ചോദിച്ചുള്ളൂ. പക്ഷേ അവൻ വിടുവിക്ക മാത്രമല്ല, ശത്രുവിന്റെ കൊട്ടാരത്തെയും എന്റെ കരത്തിൽ തന്ന ദൈവത്തിന്റെ നീതി. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രീതി വെളിപ്പെട്ടാൽ, ദൈവത്തിന്റെ പ്രീതി വെളിപ്പെട്ടാൽ, ദാവീദ് നേരത്തെ സങ്കീർത്തനത്തിൽ ദൈവദാസൻ തൊട്ടുവിട്ട ഒരു പദമുണ്ട്, ഞാൻ പലരെയും സമൃദ്ധിയിൽ നിൽക്കുന്നത് കണ്ടു. പക്ഷെ അവിടെ അവസാനം പറയുക, എൻ്റെ വാർദ്ധക്യകാലമായപ്പോൾ, എൻ്റെ യൗവനത്തിൽ ഞാൻ കണ്ടു, പക്ഷെ എൻ്റെ വാർദ്ധക്യകാലമായപ്പോൾ ഞാൻ ആ വഴി പോയപ്പോൾ അവരൊന്നും അവിടെ ഇല്ല. ദൈവം നിന്നെ ഉറപ്പിച്ചാൽ, ദൈവം നിന്നെ മാനിച്ചാൽ, ദൈവം ഓട്ടിക്കേണ്ടതിനെ ഓട്ടിക്കും, ഉറപ്പിക്കേണ്ടടുത്ത് ദൈവം നിന്നെ ഉറപ്പിക്കും. ഒരു വ്യക്തിയും കൂടെ ഞാൻ പരിചയപ്പെടുത്തിയിട്ട് വേഗത്തിലിരിക്കാം. ഉൽപ്പത്തി പുസ്തകം 39:21 വാക്യം ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ യഹോവ യോസേഫിനോട് കൂടെ ഇരുന്നു, കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നു, gave him favor in the sight of the keeper of prison. ദൈവം യോസേപ്പിന് ഫേവർ നൽകി. ആരുടെ മുൻപിൽ? കാരാഗ്രഹ പ്രമാണിക്ക് യോസേഫിനോട് കൃപ നൽകത്തക്ക നിലവാരത്തിൽ 7 വർഷത്തെ കാരാഗ്രഹവാസം, ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ, പ്രതീക്ഷിക്കാത്ത പൊട്ടക്കിണർ, അടിമച്ചന്ത, പോത്തിഫറിൻ്റെ വീട്ടിൽ നിന്ന 7 വർഷത്തെ കാരാഗ്രഹം. അതിനകത്ത് കിടക്കുമ്പോൾ നമ്മളൊക്കെ പറഞ്ഞിങ്ങനെ, ദൈവം നമ്മെ മറന്നു, ദൈവം നമ്മെ മറന്നു. പക്ഷെ യോസേപ്പിൻ്റെ ഒരു ഉറപ്പ്, ഇതെല്ലാം വന്നു എങ്കിലും ദൈവം എൻ്റെ കൂടെ ഉണ്ട്. ഈ പകൽക്കാലം പ്രതികൂലം നിൻ്റെ കൂടെ വന്നു എങ്കിലും, പ്രതീക്ഷിക്കാത്ത തകർച്ചകൾ നിൻ്റെ കൂടാരത്തിൽ വെളിപ്പെട്ടെങ്കിലും, നമ്മെ നിലനിർത്തിയ ഒരു ഉറപ്പ്, ദൈവം നമ്മോട് കൂടെ ഉണ്ട്. കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോൾ എൻ്റെ ദൈവം ഒരുവന് യോസേഫിനോട് കൃപ തോന്നത്തക്ക നിലവാരത്തിൽ ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെടുത്തി. ഞാൻ ആത്മാവിൽ ഒറ്റ വാക്കി പറഞ്ഞ് നമ്മൾ ആരാധിക്കാൻ പോവുക. നിൻ്റെ കാരാഗ്രഹവാസം, നിൻ്റെ അടിമവാസം, നിൻ്റെ നിന്നയുടെ സീസൺ തീർക്കാൻ എൻ്റെ ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും. എൻ്റെ ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും. അതിനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സൂപ്പർ നാച്ചുറൽ ഹെൽപ്പ്. അതാർക്കാ ഉണ്ടാകുന്നേ? ദൈവത്തിൻ്റെ ഫേവർ ഉള്ളവർക്ക്. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, കാരാഗ്രഹ പ്രമാണിയെ എഴുന്നേൽപ്പിച്ചത് കൊണ്ടാ യോസേപ്പിനെ എത്തിക്കേണ്ടിടത്ത് എത്തിച്ചത്. ഞാനിങ്ങനെ പറയാം പ്രിയരെ, നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല ദൈവം വ്യക്തികളെ എഴുന്നേൽപ്പിക്കുക. ഞാൻ നിങ്ങളെ ഉറപ്പിക്കുകയാണ്, ദൈവം വ്യക്തികളെ എഴുന്നേൽപ്പിക്കുന്നത്. ദൈവം ഗോലിയാത്തിനെ എഴുന്നേൽപ്പിച്ചത് നമ്മൾ പറയും തകർക്കാനാണെന്ന്. അല്ല, അത് ദൈവത്തിൻ്റെ സൂപ്പർ നാച്ചുറൽ ഒരു ഹെൽപ്പായിരുന്നു. പിടികിട്ടുന്നുണ്ടോ? ദൈവത്തിൻ്റെ സൂപ്പർ നാച്ചുറൽ ഹെൽപ്പായിരുന്നു. പാളയത്തിൻ്റെ മുമ്പിൽ ദിവസവും രാവിലെ വന്ന് വെല്ലുവിളിക്കുന്ന ഗോലിയാത്ത് ദൈവത്തിൻ്റെ ഹെൽപ്പോ? എടാ, ഗോലിയാത്ത് വന്നാലേ ശൗലിൻ്റെ സൈന്യം മുഴുവനും പാളയത്തിനകത്ത്
ആമേ പാളയത്തിനകത്ത് പേടിച്ച് ഇരിക്കൂ. ഗോലിയാത്ത് അല്ലായിരുന്നെങ്കിൽ എന്നെ ശൗലും സൈന്യവും ഇറങ്ങി അവരെ തോപ്പിച്ചില്ലേലും ഒന്ന് അടിക്കാനെങ്കിലും ആമേ ശ്രമിച്ചനെ. പക്ഷെ ഗോലിയാത്ത് വന്നത് കൊണ്ട് ശൗല് കൊട്ടാരത്തിലും സൈന്യം പാളയത്തിനകത്തും ഒതുങ്ങിയിരിക്കുന്നേ. പക്ഷെ കേട്ടോണം, ഗോലിയാത്ത് ഏലാ താഴ്വരയിൽ നിന്നപ്പോൾ ദാവീദിനെ ദൈവം കൊണ്ടുവന്നത് ആമേൻ ഒരു സൂപ്പർ നാച്ചുറൽ ഹെൽപ്പായി ദൈവം ഗോലിയാത്തിനെ നിർത്തിയിട്ട് ഒരു ബാലനെ കൊണ്ട് ആമേൻ ഗോലിയാത്തിനെ തകർത്താൽ ദൈവത്തിനറിയാ ഇവനെ രാജാവാക്കി ദൈവത്തിന് മാറ്റാൻ കഴിയും. ഹല്ലേലൂയ. അതുപോലെയാണ് പ്രിയരെ, യോസേഫ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അവനെ പറ്റിയുള്ള ശ്രുതി കൊട്ടാരത്തോളം എത്താൻ ഒരുത്തന് ദൈവത്തിന് വേണം. ഇന്ന് പകൽ നിന്നെ വളർത്താൻ എൻ്റെ ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും. നിന്നെ ഉയർത്താൻ ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും. നിന്റെ മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യാൻ ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും. അർഹതയില്ലാത്ത നിലവാരത്തിൽ എൻ്റെ ദൈവം നിന്നെ കൊണ്ടു നിർത്ത ചില വ്യക്തികളെ കരം നീട്ടി ആമേ നിന്നെ പിടിക്കത്തക്ക നിലവാരത്തിൽ എൻ്റെ ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. അനുഭവിച്ചിട്ടുണ്ടോ? അനുഭവിച്ചിട്ടുണ്ടോ? തകർന്ന ചോർന്നൊലിക്കുന്ന വീട്ടിൽ കിടന്നപ്പോ എല്ലാം തകർന്നിരുന്ന സമയത്ത് ഏതൊക്കെ കരങ്ങൾ നമ്മെ ലിഫ്റ്റ് ചെയ്തു. ജീവിതം അടുത്ത് കരഞ്ഞ രാത്രികളിൽ ഏതൊക്കെ വ്യക്തികളെ അയച്ച് ദൈവം ലിഫ്റ്റ് ചെയ്തു. അർഹതയില്ലാത്തടുത്തിരുത്തി ദൈവം നമ്മെ മാനിച്ചു തുടങ്ങിയതിന് കാരണമെന്ത്? ദൈവത്തിൻ്റെ സൂപ്പർ നാച്ചുറൽ ഹെൽപ്പ് വെളിപ്പെട്ടതാ. ഇന്ന് പകൽ ഞാൻ ഇങ്ങനെ പറയാം, എൻ്റെ ദൈവത്തിന് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ മനുഷ്യൻ തന്നെ വേണമെന്നൊന്നും ഇല്ല. മനുഷ്യൻ തന്നെ വേണമെന്നൊന്നും ഇല്ല. എൻ്റെ ദൈവത്തിന് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ, എൻ്റെ ദൈവത്തിന് നിന്നെ ഹെൽപ്പ് ചെയ്യാ ആമേ മൃഗങ്ങളെപ്പോലെ എൻ്റെ ദൈവം ഉപയോഗിക്കാം. അലോ പക്ഷികളെപ്പോലെ എൻ്റെ ദൈവം ഉപയോഗിക്കും. വേദപുസ്തകത്തിനകത്തൊരു വാക്യമുണ്ട്, ശത്രുക്കൾ കടന്നു പോകുക. ഒരുവൻ ഗുഹയ്ക്കകത്ത് ഒളിച്ചിരിക്കുക. ശത്രുക്കൾ നടന്നു പോകുന്നത് ഇവൻ കണ്ടപ്പോൾ ദൈവമേ ഞാൻ തകർന്നു പോകുമല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ ഇവനോട് ദൈവം പറയാം, നീ ഗുഹയ്ക്കകത്ത് കയറി ഇരിക്കടാ. അവൻ ഗുഹയ്ക്കകത്ത് കയറി ഇരുന്ന് നോയിക്കൊണ്ടിരിക്കുമ്പോൾ ആമേൻ ഒരു സ്പൈഡർ, ഒരു ചിലന്തി, ആമേ ഒരു 8 കാലി വന്ന് ഗുഹ മൊത്തം തച്ച് വയ്ക്കുക, വല കെട്ടുകയാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ആമേ ചുക്ലി കെട്ടി വയ്ക്കുക. ആമേ എടാ, ഒരു 8 കാലിയെ കൊണ്ടുപോലും ദൈവത്തിന് നിന്നെ സഹായിക്കാൻ കഴിയുമെന്നാ. അതിൻ്റെ പേരാ ഫേവർ. അതിൻ്റെ പേരാ ഫേവർ. ഇവിടെ വചനം പറഞ്ഞ് യോസേഫിനോട് കാരാഗ്രഹ പ്രമാണിക്കൊരു ഫേവർ. അതുകൊണ്ട് കാരാഗ്രഹത്തിൽ പോലും അവരൊരു ഗ്രഹവിചാരകനായി. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാനൊരു ഉറപ്പ് ഞാൻ പറയാം, ദൈവത്തിൻ്റെ ഫേവർ നിൻ്റെ കൂടെയുണ്ടെങ്കിൽ നീ അകത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, നീ പുറത്തു വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, നീ തൊടുന്ന എല്ലാം അനുഗ്രഹിക്കപ്പെടും. കാരണം എന്തെന്നറിയാമോ? നീ ചുമക്കുന്ന ദൈവത്തിൻ്റെ ഫേവറാണ്. നീ എവിടെ പോയാലും ഒരു അനുഗ്രഹമാകും. നീ ഏതു രാജ്യത്ത് പോയാലും അനുഗ്രഹമാകും. നീ ഏത് പട്ടണത്തിൽ പോയാലും നീ ഒരു അനുഗ്രഹമാകും. വേഗത്തിൽ ദൈവസന്നിധിയിൽ നിന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. എല്ലാ കണ്ണും ദൈവസല്ലടയട്ടെ. എല്ലാ കണ്ണും ദൈവസല്ലടയട്ടെ. ശാബാരാധന കേൾക്കാം.